ബിഗ് ബോസ് സീസൺ 7 വെച്ച് നമ്മുടെ സ്വന്തം ലാലേട്ടൻ അതിൽ കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള രണ്ട് പേർക്ക്, അതായത് ആദില നോറ, ഈ രണ്ട് പേർക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ലാലേട്ടൻ്റെ വീട്ടിലോട്ട് ക്ഷണിച്ചുകൊണ്ട്. അതിന് കാരണവും വ്യക്തമാണ്. അന്ന് ലക്ഷ്മിയുടെ ഭാഗത്തു നിന്ന് വന്ന ആ ഒരു സംഭവ വികാസം പുറത്ത് അത്രത്തോളം പ്രശ്നമുണ്ടാക്കിയ ഒരു കാര്യം തന്നെയായിരുന്നു. അതിനുശേഷം പിന്നെ ലാലേട്ടൻ തന്നെയാണ് ആ ആഴ്ചയിൽ വേദിയിൽ വന്നിട്ട് അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചത്. ലക്ഷ്മിക്ക് നല്ല രീതിയിലുള്ള ഒരു തിരിച്ചടിയായിരുന്നു അതെന്ന് പറയുന്നത്. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ ചിലപ്പോൾ മറന്നുപോയി കാണുമെന്നൊക്കെയാണ് പലരും വിചാരിച്ചിരുന്നതെങ്കിൽ പോലും ഫിനാലെ വേദിയിൽ വെച്ച് പോലും ലാലേട്ടൻ അത് വീണ്ടും ഓർത്തുകൊണ്ട് അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്, അതായത് ലാലേട്ടൻ ഫ്രീ ആയിട്ട് ഉള്ള ഒരു സമയത്ത് രണ്ടുപേരെയും വീട്ടിലേക്ക് ക്ഷണിക്കുകയും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന ആ ഒരു ഇത് ലാലേട്ടൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം 2 മാസത്തോളം ആകുന്ന ഒരു സിറ്റുവേഷനിൽ തന്നെ ലാലേട്ടനും ആദില നൂറയും നേരിട്ട് കണ്ടു, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ വീട്ടിൽ ആദില നൂറ പോയോ, അവരെ ക്ഷണിച്ചിട്ട് എന്തായി കാര്യങ്ങളെന്നൊക്കെ തന്നെ പലരും ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നുണ്ട്. ഇതിൽ ശരിക്കും പറയാനായിട്ട് ഇന്ന് ഞാൻ 1-2 പോസ്റ്റുകൾ ഇങ്ങനെ അധികമായിട്ട് ഞാൻ കണ്ടു സോഷ്യൽ മീഡിയയിൽ തന്നെ ചില പേജസിലിട്ടിരിക്കുന്ന പോസ്റ്റുകൾ. അതിൽ ചിലത് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ലാലേട്ടൻ വാക്കു പാലിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ആദില നൂറയ്ക്കൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു ഫോട്ടോ സംഭവങ്ങൾ. ഇത് ഒറിജിനലാണോ, അത് എ ആണോ എന്നുള്ള തരത്തിലുള്ള സംഭവ വികാസങ്ങൾ. സത്യം പറഞ്ഞാൽ അതൊരു ഫേക്കാണ്, അതൊരു എ ഫോട്ടോയാണ്. അത് ലാലേട്ടന് ഒത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് സംഭവം ഒറിജിനൽ അല്ല, ഫേക്കാണ് സംഭവം എന്ന് പറയുന്നത്. പക്ഷെ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അത് പല രീതിയിൽ, അതായത് ഇപ്പോൾ ചിലർ ഈ പറയുന്നു ലാലേട്ടൻ തേച്ചു അവരെ, അതായത് ലാലേട്ടൻ ആ കാര്യങ്ങളൊക്കെ മറന്നു, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നു. ലാലേട്ടൻ ചുമ്മാ പറഞ്ഞതാണ്, അവരെ ഒന്നും വിളിക്കത്തില്ല എന്നൊക്കെ പറയുന്ന തരത്തിൽ മറ്റൊരു ഭാഗം പറയുന്നുണ്ട്. അതേസമയം ലാലേട്ടൻ വാക്ക് പാലിച്ചു, ലാലേട്ടൻ അവരോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞ് മറുഭാഗം. ഇത് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ലാലേട്ടനെ കുറ്റം പറയുന്നവരോട് പറയാനുള്ളത്, ശരിക്കും നമുക്കറിയാം മോഹൻലാൽ എന്ന് പറയുന്ന നടൻ, അദ്ദേഹത്തിന്റെ തിരക്കുകൾ എത്രത്തോളം ആണെന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അല്ലാതെ എപ്പോഴും വീട്ടിൽ കാണുന്ന ഒരു വ്യക്തിയല്ല മോഹൻലാൽ. യാത്രകൾ, അതോടൊപ്പം തന്നെ ഷൂട്ടിംഗ് തിരക്കുകൾ, കാര്യങ്ങളൊക്കെ തന്നെയായിട്ട് പല സ്ഥലങ്ങളിൽ പോയി വരുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളി തന്നെ ആ വേദിയിൽ വെച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, അദ്ദേഹം ഫ്രീ ആവുന്ന ഒരു ടൈം, ആ ടൈമിൽ ആദില നൂറയെ വീട്ടിലേക്ക് ക്ഷണിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമായിട്ട് അന്ന് ആ വേദിയിൽ വെച്ച് പോലും പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്. സോ വെയിറ്റ് ചെയ്യാം. പറഞ്ഞ വാക്ക് എന്തായാലും മോഹൻലാൽ പാലിക്കാതിരിക്കത്തില്ല എന്ന് തന്നെയാണ് ഞാൻ 100% വിശ്വസിക്കുന്നത്. കാരണം പുള്ളിക്ക് വേണമെങ്കിൽ അന്ന് പറഞ്ഞ കാര്യം, അതായത് ആ വീക്ക് നടന്നൊരു സംഭവ വികാസത്തിൽ ലാലേട്ടൻ ആ ആഴ്ച പറഞ്ഞ ഒരു കാര്യം പിന്നെയും റിപ്പീറ്റ് ചെയ്ത് ഈ ഫിനാലെ വേദിയിൽ പോലും ഇത്രയും പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച് വീണ്ടും എഗെയിൻ ആയിട്ട് പറയേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു. അതും ആദില നൂറയെ തൊട്ടടുത്ത് നിർത്തിക്കൊണ്ടായിരുന്നു ലാലേട്ടൻ അന്ന് ആ ഒരു വാക്ക് പറഞ്ഞതെന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിന് അതിന്റെ ആവശ്യമില്ലായിരുന്നു. അദ്ദേഹത്തിന് വേണമെങ്കിൽ അങ്ങനെ ഒരു കാര്യം പറയേണ്ടേ ആവശ്യമില്ലായിരുന്നു. എന്തിനു വേണ്ടിയിട്ട് ഒരാവശ്യമില്ലായിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹം ആ ഒരു തവണ പറഞ്ഞത് കൂടാതെ വീണ്ടും എഗെയിൻ ആയിട്ട് രണ്ടാമതും ഇവർ രണ്ടുപേരും മുന്നിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ഇത്രയും പബ്ലിക്കിന്റെ മുന്നിൽ നിന്ന് അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു അവസരം വരുമ്പോഴത്തേക്കും, അതായത് അദ്ദേഹം ഫ്രീ ആവുന്ന ഏതെങ്കിലും ഒരു ടൈം തീർച്ചയായിട്ടും ഇവർ രണ്ടുപേരും ക്ഷണിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിച്ചിരിക്കും. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ തീർച്ചയായിട്ടും വാക്ക് പാലിക്കാത്ത ഒരു നടനാണ്. അങ്ങനെ പറയുന്ന ഇതൊന്നും ഒരു ഇതുമില്ല. പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് പാലിച്ചിരിക്കും. കാരണം പുള്ളി അത് ഒരു തവണയല്ല 2 തവണ അത്രയും എടുത്ത് പറയും. പുള്ളിക്ക് അതിൻ്റെ ആവശ്യം പോലും ഇല്ലായിരുന്നു അങ്ങനെ പറയേണ്ടേ എടുക്കേണ്ടത്. എന്നിട്ട് പോലും പുള്ളി അത് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി തീർച്ചയായിട്ടും ആ ഒരു വാക്ക് പാലിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിപ്പോൾ ആദില നൂറയ്ക്കല്ല പ്രശ്നം എന്ന് പറയുന്നത്, മറ്റു പലർക്കുമാണ് ഈ ഒരു കാര്യത്തിൽ അവരെ വിളിച്ചു, കണ്ടു, അവരെ വിളിക്കില്ല, അല്ലെങ്കിൽ അവരെ കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള ചർച്ചകളൊക്കെ തന്നെ ഇന്നും ഞാൻ സോഷ്യൽ മീഡിയയിൽ 3-4 പോസ്റ്റുകൾ അതുപോലെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഫോട്ടോ ഇട്ടുകൊണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് മാറ്റി തിരിച്ചൊക്കെ പറഞ്ഞുകൊണ്ടുള്ളത്. യഥാർത്ഥം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അവർ തമ്മിൽ കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത് ഇപ്പോൾ വരെയും. പക്ഷെ കാണും, കാരണം അത്രയ്ക്കും ലാലേട്ടൻ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെയും ഞാൻ വിശ്വസിക്കുന്നുണ്ട് ലാലേട്ടൻ തീർച്ചയായിട്ടും അവരെ വിളിക്കുമെന്ന് തന്നെയാണ് ഞാൻ 100% വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അത് നടക്കട്ടെ, അത് എപ്പോഴാണെങ്കിലും അത് നടക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിപ്പോൾ ആദില നൂറയ്ക്ക് പരാതിയൊന്നും തന്നെ ഇല്ലല്ലോ. അവർ ഈ പറയുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു, അയ്യോ ലാലേട്ടൻ ഞങ്ങളെ വിളിച്ചില്ലേ, അയ്യോ ലാലേട്ടൻ ഞങ്ങളെ പറ്റിച്ചേ, അങ്ങനെ എന്തെങ്കിലും അവർ വന്ന് പരാതി പറയുകയോ എന്തെങ്കിലും ചെയ്തു ഇല്ല. സോ അവർക്കും അറിയാൻ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതോ. ലാലേട്ടൻ എപ്പോഴാണോ ഫ്രീ ആവുന്നത് ആ ടൈമിൽ തീർച്ചയായിട്ടും ലാലേട്ടൻ അവരെ ക്ഷണിച്ചിരിക്കും. കാരണം ലാലേട്ടൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ്. കാരണം മറ്റുള്ള ആക്ടേഴ്സിനെ പോലെ ആ ഒരു തരത്തിൽ ഭയങ്കര ജാടയിട്ടോ അങ്ങനെ ആ ഒരു രീതിയിലോ ഒന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. പിന്നെ നമുക്ക് അറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ അമ്മ മരിച്ച ഒരു സിറ്റുവേഷൻ ഈ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊക്കെ പുള്ളി ബിസിയാണ്, അതിലൊക്കെ പുള്ളി തിരക്കാണ്. സോ ലാലേട്ടൻ ഫ്രീ ആവുന്ന ഒരു ടൈം, അതുപോലെ തന്നെ ആദില നൂറ, എല്ലാവർക്കും ഒക്കുന്ന ഒരു സമയം തീർച്ചയായിട്ടും ഇവർ തമ്മിൽ കാണുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല.